പ്രിയ സഹോദരങ്ങളെ, ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില സംശയങ്ങൾ എനിക്കുണ്ട്. അത് തീർക്കാനാണ്. അത് ലോക മത നേതാക്കന്മാരോട് എല്ലാവരും അവരുടെ വിശ്വാസികളോടും കൂടെ ചോദിക്കാനാണ്. അവർ ഉത്തരം തരുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെയും ഈ അടുത്ത ദിവസങ്ങളിൽ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. അതായത് കന്യക മറിയം സഹരക്ഷകയല്ല. അത് ശരിയാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ലോകത്തിൽ യേശുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോ മനുഷ്യൻ, ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും ജീവിതം എത്ര പരിശുദ്ധിയോടുകൂടി ഉള്ളതാണ്. അതനുസരിച്ച് ആ വ്യക്തി മരിച്ചു പോയാലും ആ വ്യക്തിയുടെ ആത്മാവ് ദൈവത്തോട് എനിക്ക് വേണ്ടി അപേക്ഷിച്ചാൽ ദൈവം കരുണ തോന്നിയെന്നിരിക്കും. അതിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി, അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ ആൾക്കാർ ചെന്ന് കന്യാമറിയാമ്മനോട് പറഞ്ഞു, മോനോട് പറയുക, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ യേശു ചോദിക്കുന്നത്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? അതായത് ബൈബിളിൽ പറയുന്നുണ്ട്, നീ വിശ്വാസത്തോടു കൂടി ഈ മലയോട് നീങ്ങി കടലിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കും, വീഴും എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വലിയ പഠിത്തവും ഒന്നും ഉള്ള ആളല്ല, ബൈബിൾ പണ്ഡിതനല്ല. ഇന്ന് ലോകത്തിൽ ഇത്രയും സഭ, അതായത് കേരളത്തിൽ ഇത്രയും സഭകളുണ്ടായത് എവിടുന്നാണ്? ദൈവം ഏതെങ്കിലും സഭ സ്ഥാപിച്ചോ? പത്രോസ് നീ പാറയാവുന്നു, നീയാവുന്ന പാറമേലെൻ്റെ സഭയെ പണിയുമെന്നേ പറഞ്ഞുള്ളൂ. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ട്, സഭ ഒരു കൂട്ടായ്മ, വിശ്വാസികളുടെ കൂട്ടായ്മ. അവിടെ ഒരു പുരോഹിതനോ മെത്രാനോ ഇല്ലായിരുന്നു. എങ്കിലും ഇന്ന് കള്ളനും കൊലപാതകയും തോന്നിയവാസം നടക്കുന്നവനുമെല്ലാം സഭകൾ സ്ഥാപിച്ച് സഭയുടെ തലപ്പത്ത് കയറി ഇരുന്ന് വാഴുകയാണ്. അവർക്കറിയാം ഈ ലോക ജീവിതത്തിൽ സുഖമായി ജീവിക്കണം, അത്രേ ഉള്ളൂ, ചത്തായി എവിടെയെങ്കിലും പോട്ടെന്ന് അവരുടെ ചിന്ത. അത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൂടെ ചതിക്കുഴിയിൽ ചാടിക്കുക. എന്നാൽ ഇവർ പറയുന്നത് കേട്ട് പോകുന്ന അന്ധവിശ്വാസികളും ഇന്ന് ലോകത്തിൽ ധാരാളമുണ്ട്. ഞാൻ ചോദിക്കുന്നു, എവിടെ നോക്കിയാലും ക്രിസ്തീയ സഭകൾ, കൂട്ടായ്മയല്ല, സഭകൾ, ഭർത്താവ് സ്ഥാപകനും ഭാര്യ പ്രവാചകയും. അത് കൂടുതൽ ഞാൻ പറയുന്നില്ല മക്കളെ. നിങ്ങൾ ഒന്ന് ചിന്തിക്കുകയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ ചിന്തിക്കുവേൻ, നിങ്ങൾ ബൈബിൾ നല്ലവണ്ണം വായിക്കുവേൻ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അത് നിങ്ങൾ വായിച്ച് നിങ്ങളത് മനസ്സിലാക്കി ജീവിക്കുക. ഒരു പുരോഹിതനെ മെറ്റാനോ താങ്ങി നടന്ന് അവൻ പറയുന്നത് ചെയ്താൽ നിനക്ക് അല്പകാലത്തേക്ക് സുഖമായി ജീവിക്കാം. എന്നാൽ അതൊരു തീർച്ചയായ ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നിനക്ക് തരത്തില്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ.